ത്രില്ലിംഗ് ഉള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു നല്ലൊരു ചിത്രം. പുതുമുഖ സംവിധായകനാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ധ്യാൻ്റെ ഒരു നല്ലൊരു ചിത്രം. അടിപൊളി സ്ക്രിപ്റ്റ്, മേക്കിങ് എല്ലാം നന്നായിട്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ധ്യാനിൻ്റെ പുതിയ ഒരു ത്രില്ലർ സാധനം അടിപൊളിയായിട്ടുണ്ട്. നവീൻ ജോൺ സാറ് നന്നായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് നല്ല കളക്ഷൻ വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാമിലി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബാങ്കിന്റെ അതിജീവനം കാഴ്ചവെച്ച സിനിമയാണ്. ഡാൻസ് ശ്രീനിവാസൻ ചേട്ടൻ്റെ മികച്ച അഭിനയം തന്നെയാണ് സിനിമ. എല്ലാ തിയേറ്ററിൽ കാണുന്നത്. നല്ല അടിപൊളി പടം, ഗംഭീരമാണ്. എന്ന സംവിധായകന്റെ ആദ്യ സിനിമയാണ്. പക്ഷെ ആദ്യ സിനിമ അവന് തോന്നില്ല, കാരണം ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ ചെയ്തതിൽ വ്യത്യസ്തമായൊരു നായക വേഷമാണ്. പിന്നെ ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസാണ്, നല്ലൊരു സ്റ്റോറിയാണ്. നല്ല ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം, അതിഗംഭീരമാണ് മൂവി. മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സസ്പെൻസ് മൂവിയാണ്. എല്ലാവരും പാർട്ട്നേഴ്സ് വന്ന് കാണുക. നവീൻ ചേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നല്ല കോൺസെപ്റ്റാണ്, നല്ല കഥ നന്നായിട്ടുണ്ട്, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാവുന്ന, എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു സിനിമയാണ്. ഫുൾ ത്രില്ലിംഗ് ആണ് പടം. കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു? പ്രേക്ഷകരോട് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 2.5 വർഷം മുമ്പ് തീർത്തൊരു പടമാണ്. കൊച്ചു പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേസ് ഒക്കെ ഉണ്ടായി. തിയേറ്ററിൽ കിട്ടില്ല. വലിയ വലിയ പടങ്ങൾ വരുമ്പോൾ നമുക്ക് തിയേറ്ററിൽ കിട്ടാതെ വരിക, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് റിലീസായ സിനിമയാണ്. അപ്പോൾ അതിന് മണി ഹേസ്റ്റ് പരിപാടികൾ, ധാരാളം പടങ്ങൾ നമുക്കിപ്പോൾ ഫിംഗർ ടിപ്പിൽ സിനിമകളുണ്ട് അല്ലേ, ധാരാളം ലാംഗ്വേജ് സിനിമകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കൊച്ചു പടം വളരെ എൻഗേജിങ് ആണ്. എനിക്ക് വർക്കായത് ശരിക്കും സെക്കൻഡ് ഹാഫാണ് വർക്കായത്. ഞാൻ ആ സിനിമയിലെ ഭാഗമാണെങ്കിലും നേരത്തെ ചോദിച്ചതുപോലെ പ്രേക്ഷകരോട് കൂടി ഇരുന്ന് കാണുമ്പോഴാണുള്ളത് എനിക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കര വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, വളരെ രസമായിട്ട് പോകുന്ന ഒരു സസ്പെൻസ് പരിപാടി. നിങ്ങളെന്തായാലും കണ്ടില്ലേ ഇവിടെ? അങ്ങനെയല്ലേ അഭിപ്രായം? ബാക്കി നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുടെ കണ്ടിട്ട്? എന്തായാലും ഞാൻ നല്ലതേ പറയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ചെയ്ത സിനിമയാണത്. ഒരുപാട് നമ്മൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ കോവിഡ് പ്രശ്നങ്ങൾ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും കഴിയുന്നുണ്ട്. ഒരുപാട് ഒരു കൊച്ചൊരു സിനിമയാണ്. പക്ഷെ അത് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തത് അതിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ ഒരു കഴിവാണ്. അദ്ദേഹം സിനിമയുടെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അദ്ദേഹം ചില കാര്യങ്ങൾ വർക്ക് ചെയ്ത് വീണ്ടും ചില കാര്യങ്ങൾ ആഡ് ചെയ്തു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ നിലവിൽ പരിപാടിയാണ്. അത് ആ ഒരു സംഭവങ്ങൾ അതൊക്കെ വർക്കായിട്ടുണ്ട്. കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നല്ല അഭിപ്രായം കണ്ടവരും പറയുന്നതിൽ ഒരു സന്തോഷമുണ്ട്. പ്രൊഡ്യൂസറാണ് കുറച്ചും ഇതുവഴി പോയത്. അപ്പം പുള്ളി തിരിച്ചുകൊണ്ടല്ലേ പോയി. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. ആൾക്കാർ കണ്ടാലത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കും. കൊച്ചു സിനിമയാണ്, പക്ഷേ വളരെ ഹാപ്പിയാണ്. മൂവിയുടെ ഒരു ഭാഗമാണ് ഞാൻ. അഴകി എന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സഞ്ജു ശിവറാമിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്. ഞങ്ങൾ കുറച്ച് എന്താ പറയുക വർഷങ്ങൾക്ക് ശേഷം, അതായത് കുറച്ച് ടൈം എടുത്തു പടം ആക്ച്വലി റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പടം? ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഈ ത്രില്ലർ ജോണറിൽ പല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മുടെ നവീൻ ജോൺ, അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ് ഈ മൂവി. ഇരയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്ന വർക്ക്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.